ഉപനിഷത്തിൻ്റെ അവതരണം ഇതാണ്. ഉഭയം സഹവേദ, ഒരുമിച്ചറിയുന്നതാര്. ഒന്നുകൂടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ഈ അമ്പലത്തിലേക്കാണ് വരുന്നത്. അമ്പലം എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു സ്ഥലമാണ്. പക്ഷേ നിങ്ങൾ വരുന്ന വഴിയിൽ കുറച്ച് ഭാഗത്ത് മഹാവൃത്തികേടാണ്, കച്ചറകൾ കിടക്കുക. ആ വൃത്തികേടിൻ്റെ ഇടയിലൂടെ നിങ്ങളുടെ ഒരു നടപ്പുണ്ട്. ചിലപ്പോൾ ഒന്ന് സാരിയോ മുണ്ടൊക്കെ ഒന്ന് കുറച്ചൊന്ന് പൊക്കി പിടിച്ച് ഒന്ന് ഇവിടെ ചവിട്ടി അവിടെ ചവിട്ടി ഇവിടെ ചവിട്ടി അങ്ങനെ അങ്ങോട്ടേക്ക് പോരും. ഓഫ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു നടപ്പ് ആവശ്യമുണ്ട്. അതല്ലാതെ നിങ്ങൾ ഇവിടെ നിന്നിട്ട് ഇനി ഏത് കാലത്താണ് ഈ വഴി നന്നാവുക, അന്ന് വരെ അമ്പലത്തിലേക്ക്. അങ്ങനെയല്ല. ഈ ലോകത്ത് ജീവിക്കുമ്പം ഇങ്ങനെയുള്ള ചില വഴികളിലൂടെ നമുക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. ഈ വഴികളുടെ സ്വഭാവത്തെ ആരറിയുന്നു? അവനാണ് അറിയുന്നവൻ. അല്ലാതെ നിങ്ങൾ സാധാ മട്ടിൽ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വസ്ത്രങ്ങളിൽ അഴുക്ക് പറ്റും. അപ്പോൾ അത് ഒന്ന് പൊക്കി പിടിച്ച് ഒന്ന് കാല് വയ്ക്കുന്നതിൽ സൂക്ഷ്മത വേണം. അതുകൊണ്ട് നമുക്ക് ഇതിനെ പരവതാനിയാക്കുന്നതിന് പകരം നമുക്കൊരു ചെരുപ്പിടാം. ആ ചെരുപ്പിടലാണ് ഇത്, ഒന്ന് പൊക്കി പിടിക്കലാണ് ഋഷി പറയുന്നത്. സഹ ഉഭയം സഹ വേദ, ആരിതിനെ രണ്ടിനെയും ഒരുമിച്ചറിയുന്നു.